ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പിന് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാട്ടോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് നേരം കിച്ചണിൽ ഈ ഒരു ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ച് നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ഇബാദത്തിനായാലും നമ്മുടെ ഖുർആൻ ഓതാനായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം ചെയ്ത് വെച്ചത് കുറച്ച് തേങ്ങ എടുത്ത് വറുത്ത് വെച്ചതാട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. കാരണം നമ്മൾ നോമ്പിന് കൂടുതലും നമ്മൾ ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനത്തെ കറികളല്ലേ കൂടുതലും ഉണ്ടാക്കുക. അപ്പം അതിനുവേണ്ടി നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ വറുത്തരക്കുക, ആ സമയം നമുക്ക് ഇതുപോലെ ലാഭിച്ചെടുക്കാം. അപ്പം ഞാനിത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും തേങ്ങ വറുക്കുന്നതൊക്കെ അല്ലേ. അപ്പം ഞാനിതാ തേങ്ങ എടുത്ത് നല്ലപോലെ വറുത്ത് അതിലേക്ക് ചെറിയുള്ളിയും അത്യാവശ്യം കറിവേപ്പിലയും ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ചൂടാറിയ ശേഷം നല്ലൊരു എയർ ടൈറ്റായിട്ട് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എത്ര നാളും സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മളിത് വറുത്തെടുത്തല്ലേ, വെള്ളം തട്ടാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടി ആദ്യം ഉണ്ടാക്കി വെക്കാൻ പോകുന്ന ഐറ്റം ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇനി നെയ്യ്, ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇൻഷാല്ല ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ്, ഇതൊക്കെ ഒരുപാട് പേർക്ക് മിക്കവാർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന്. എങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഉന്നക്കായ്ക്കുള്ള ഫില്ലിങ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിലവർ തേങ്ങ ഇടും, ചിലവർ തേങ്ങ ഇടുന്നത് കണ്ടിട്ടില്ല. ഞാൻ തേങ്ങ ഇടാറുണ്ട് കേട്ടോ. തേങ്ങയും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി ചേർന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉന്നക്കായ ആദ്യം സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസാക്കി എടുത്തിട്ട് നല്ലൊരു ബോക്സിൽ നമുക്ക് ആക്കി വെക്കാം. ഇതുപോലത്തെ ഒരു വിസിബിളായിട്ടുള്ള ബോക്സിലായിട്ട് ആക്കി വെക്കുന്നത്. അതായത് നമുക്ക് കാണാൻ വേണ്ടി പറ്റണം ഇതിൽ ഇതാണെന്നുള്ളത് രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാൻ ഒരു ടിഷ്യൂ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഓരോ ഉന്നക്കായയും വെച്ച് കൊടുക്കാം. അത് എന്താ പറയുക, നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. താഴെ വെക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഫ്രീസറിലാണെങ്കിൽ നമുക്കൊരു 10-15 ദിവസം, ഒരു മാസത്തോളം വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ അത്രത്തോളം ഒരു മാസത്തിനുള്ളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മേലെ വീണ്ടും ഒരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ലെയറായിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഇപ്പോൾ ഫ്രീസ്ഡ് സ്നാക്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നാണ്, അതായത് തലേന്ന്, അതായത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നാളെ നോമ്പാണെങ്കിൽ ഇന്നാണ്. ഇപ്പോൾ ഞാൻ ഇത് ഫുൾ വീഡിയോ ചെയ്തത് ഇന്നാണ്. ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരാഴ്ച മുന്നേ ഒന്നും ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയുള്ളൂ. പക്ഷെ ഞാൻ ഇന്നാണ് ചെയ്തത്. അപ്പോൾ അത് കാരണം അപ്പോൾ 2 ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു ചെറിയൊരു കുട്ടി ബൗളിൽ വീണ്ടും ഇതുപോലെ ടിഷ്യൂവിൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബോക്സിൽ നമ്മൾ അത്യാവശ്യം ഉന്നക്കായ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി 2 ബാലൻസ് വന്നത് ഇതുപോലത്തെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതിനും ടിഷ്യൂ വെച്ചു. അതിലേക്ക് ഈ 2 ഉന്നക്കായും വെച്ചു. അതിന് മേലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരില്ല. ഓക്കെ. എന്നിട്ട് ഇതുപോലെ കണ്ടെയ്നറിലാണോ സിബ്ലോക്ക് ബാഗിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഞാൻ ചിക്കൻ സമൂസയാണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇൻഷാല്ലാ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. ചിലവരെന്നല്ല, നമ്മൾ കൂടുതലും ഗ്രീൻ പീസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കൂടുതലും ചിക്കൻ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പല സമൂസ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ചിക്കൻ സമൂസ. അപ്പോൾ ഇതുപോലെ ഒരു മസാല ആക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ
ഇനി ഞാൻ ഈ മസാല നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇതുപോലെ സമൂസ ഷീറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് വാങ്ങിച്ച റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പം നമുക്ക് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിനി നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് സമൂസ ഷീറ്റാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ ഓരോ സമൂസയും ഞാനിങ്ങനെ സമൂസ ഷീറ്റ് മടക്കി കോണാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ അറ്റഭാഗത്ത്, അതായത് സൈഡിൽ നമ്മൾ മൈദയും വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ നേരത്തെ നമ്മുടെ ഉന്നക്കായ ചെയ്ത പോലെ തന്നെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം ടിഷ്യൂ വെക്കുക. എന്നിട്ട് സമൂസ ഇങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതെന്ന് പറയുമ്പോൾ ലുലുന്നൊക്കെ നമ്മൾ ഫുഡ് വാങ്ങിക്കുമ്പം തേങ്ങ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഉപകാരമുള്ള കണ്ടെയ്നേഴ്സാണ്, റീയൂസബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിപ്ലോക്ക് ബാഗ് ഉണ്ടെങ്കിൽ അതിലും ആക്കി വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച ശേഷം നമ്മളൊന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് ഫ്രീസ് ചെയ്ത് എടുത്ത ശേഷം മാത്രം ഇതുപോലെ സിപ്ലോക്ക് ബാഗിലാണെങ്കിലും ഇതുപോലെ ബോക്സ് കണ്ടെയ്നേഴ്സിലാണെങ്കിലും ഒക്കെ വെക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വരില്ല. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ അട്ടിക്ക് ഇട്ട് പോകുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സമൂസകളെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏതിൽ എന്തൊക്കെയാണുള്ളത്. ഇനി ഞാൻ സ്പ്രിംഗ് റോളാട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ സ്പ്രിംഗ് റോളാണ് ഉണ്ടാക്കുന്നത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ടിപ്പാട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞ് വെക്കുക. അതുപോലെ അത് വേണ്ടവർക്ക് അത് പേസ്റ്റ് ആക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റും. നല്ലൊരു ടിപ്പാണ് അതൊക്കെ. നല്ല ടൈം ലാഭിക്കാൻ വേണ്ടി പറ്റുന്ന കുറേ ടിപ്സുകളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ അബ്രോഡൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ശരിക്കും ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നാട്ടിലെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഹെൽപ്പിന് ആൾക്കാരും വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പൊതുവേ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഇബാദത്തിന് വേണ്ടിയിട്ടും കൂടുതലും റമദാൻ മാസം കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അത്രയും സമയം നമ്മൾ കിച്ചണിൽ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യണ്ടല്ലോ. ഇതിപ്പോൾ നമുക്ക് ആ നോമ്പ് തുറക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. പുറത്ത് വെക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ പണി വരുന്നുള്ളൂ. മറ്റേ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളും ഞാനിവിടെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും ഇതുപോലെ കണ്ടെയ്നറിൽ ആദ്യം ടിഷ്യൂ വെച്ചിട്ട് ഓരോ സ്പ്രിംഗ് റോളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ഫ്രീസ് ചെയ്തിട്ടാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു വെയിറ്റ് ലോസ് വീഡിയോയുടെ ഇത് ഇട്ടിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചലഞ്ചിനുള്ളവരൊക്കെ എൻ്റെ കൂടെ കൂടിക്കോളി. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോ ടേക്ക് കെയർ.